ഇതിൻ്റെ രണ്ടാമത്തെ മോള് അവൾക്ക് 18 വയസ്സ് കഴിഞ്ഞ്. അപ്പോൾ അവൾക്ക് ഉപ്പാക്ക് വണ്ടി പഠിക്കണം ഉപ്പാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, അവൾക്ക് വലിയൊരു വണ്ടിയുണ്ട്. ആ വണ്ടി അവൾക്ക് പറ്റണില്ല, കാരണം അവൾ ഹൈറ്റ് കുറവാണ്. അപ്പോൾ കുട്ടിക്ക് സ്കൂട്ടി തന്നെ ചെറുതന്നെ വേണമെന്നാണ് ഈ പ്ലസ് എന്താണ് പ്ലസറോ എന്താ പേര് പ്ലസർ ഈ വണ്ടി ഒന്ന് വാങ്ങിക്കൊടുത്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അറിയോ, ഇവിടെ റോട്ടുമൊക്കെ കുട്ടികളെ കൊണ്ടുപോയില്ല. ആദ്യം വീട്ടിൻ്റെ നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ മുറ്റുണ്ടല്ലോ, ഈ മുറ്റത്ത് ഇത്ര സ്ഥലമുള്ളൂ, ഈ സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് കുട്ടീൻ്റെ മൂത്ത മോളിപ്പോൾ പഠിച്ച് ഓൾക്ക് ഇതുപോലെ ഇപ്പോൾ ഓൾക്ക് ലൈസൻസൊക്കെ കിട്ടി, കാർ ഓടിക്കാനും അറിയാം. അത് കാരണം കുട്ടികൾക്ക് വേണ്ടി നാനോ കാർ ചെറുതെടുത്തതാണ്. ചെറുതെടുക്കുക എന്നുണ്ടെങ്കിൽ ഇത് മക്കൾക്ക് എല്ലാവർക്കും ഓടിക്കാൻ പറ്റിയൊരു വാഹനമാണ് ഈ നാനോ കാർ എന്ന് പറഞ്ഞാൽ. കുട്ടികൾക്ക് പേടി ഉണ്ടാവില്ല. വലിയ വണ്ടിയൊക്കെ ആകുമ്പോൾ വന്ന് വേറെ എവിടെയെങ്കിലും പോയിട്ട് ചെറിയൊരു വഴി കൂടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഈ ചെറിയ ഇതിലാണ് എൻ്റെ മൂത്ത മോളെയും പഠിപ്പിച്ചത്. ആദ്യം ഇവിടെ നിന്നിട്ട് ഇവരിങ്ങനെ കറങ്ങി പഠിക്കണം. അപ്പോഴാണ് അവർക്ക് കയ്യിൻ്റെ ബാലൻസ് കിട്ടുള്ളൂ. അത് വലിയൊരു ഹൈവേ പോലത്തെ റോട്ടിൽ കൂടെ കൊണ്ടുപോയി പഠിച്ചാൽ തരാം കുട്ടികൾക്ക് പേടി ഇതുണ്ടാവും, ഉള്ളിൽ ഭയപ്പാടുണ്ടാവില്ല. പക്ഷേ തിരിക്കാനും പിടിക്കാനൊക്കെ ഭയങ്കര പേടിയാക്കാരം. ഇവിടെ ഇട്ടിട്ട് കുറച്ച് നേരം ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ മക്കളോട് പറഞ്ഞ് നിങ്ങൾ കറങ്ങി പഠിക്കുന്നുണ്ട്. എൻ്റെ മൂത്ത മോള് അങ്ങനെ പഠിച്ചിട്ട് പിന്നെ അവർക്ക് 8 പോലെ ഒരു സർവീസ് കിട്ടി. എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്ത് ആൾ കഴിഞ്ഞ സ്ഥലത്ത്, ഇത് ഞങ്ങളെ റോഡാണ്, ഈ റോട്ടിൽ കൂടെ അങ്ങനെ വാഹനങ്ങളൊന്നും പോക്കില്ല, വളരെ അപൂർവമായിട്ട് എപ്പോഴും പോവുള്ളൂ. അത് ആ ചെറിയ റോഡാണ്. അപ്പോൾ ആ റോട്ടിൽ കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ റോട്ടിൽ കൂടെ അങ്ങനെയാണ് ഞാൻ ഈ റോട്ടിൽ കൂടെ ഈ റോട്ടിൽ കൂടെ ഇട്ടിട്ട് അങ്ങനെ മൂത്ത മോളെ പഠിപ്പിച്ചു. അവൾക്ക് ലൈസൻസൊക്കെ കിട്ടിയിട്ടാണ്. ഇവൾക്കും ഇപ്പോൾ ലൈസൻസിന് വേണ്ടി ബ്രേക്ക് ഓടിക്കുക അങ്ങോട്ടേക്ക് കയറ്റി കൊണ്ടുപോകണം, എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോകണേ. അങ്ങനെ മൂത്ത മോൾക്ക് ലൈസൻസൊക്കെ കിട്ടി. ഇവളിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് മാഷാ അല്ലാഹ് ഇപ്പോൾ കാർ ഓടിക്കാനൊക്കെ എല്ലാ സർവീസുമായി എല്ലാം കിട്ടിയ ലൈസൻസ് കാണിച്ചു. അപ്പോൾ ഇവൾക്കിപ്പോൾ ലൈസൻസ് വേണ്ടി കൊടുത്തിട്ട് ഇപ്പോൾ ലേണിംഗ് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇവിടെ വെച്ചിട്ട് കുറച്ച് നേരം കുട്ടീനോട് പറഞ്ഞ് ഇവിടെ ഗ്രൗണ്ടിൽ മൊത്തം ഇവിടെ തന്നെ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ പഠിച്ചപ്പോൾ ഓൾക്ക് നല്ല സർവീസായി. ഇപ്പോൾ ഓൾക്ക് തിരിക്കാനുള്ള ഒരു കഴിവ് കുട്ടികൾക്ക് കിട്ടി. അങ്ങനെ നമ്മൾ ചെയ്യാവുള്ളൂ. ചെറിയ റോഡ് ഇവിടെ ചെറിയ സ്ഥലത്ത് വെച്ചിട്ട് കുട്ടികളാകെ കറങ്ങി പഠിപ്പിക്കുക. ഇങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ കുട്ടികൾ അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുള്ളൂ ഇതിൻ്റെയൊക്കെ പോയിൻ്റ് എവിടെ വെച്ചിട്ടും തിരിക്കാനുള്ളൊരു സൗകര്യം കിട്ടി. എന്നിട്ട് പിന്നെ നമ്മൾ ആൾ കഴിഞ്ഞ വാഹനങ്ങൾ പോകാത്ത സ്ഥലത്ത് നോക്കിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുക. ഇപ്പോൾ എൻ്റെ ലൈസൻസ് എടുക്കാൻ എൻ്റെ കുട്ടിക്ക് ഞാൻ ചോദിച്ചു നോക്കുമ്പോൾ 7000 രൂപ അവർ പറഞ്ഞു. അവർ പറഞ്ഞാൽ എന്താ പറയുക, ലൈസൻസ് എല്ലാം എടുത്ത് തരും ചെയ്യും, അവരെ പഠിപ്പിച്ച് തരും ചെയ്യും. ഈ 7000 രൂപ കൊടുത്തിട്ട് ഞാൻ എന്തപ്പം എനിക്ക് തെങ്ങേറ്റാണ്, തെങ്ങിൻ്റെ മോള് ബോംബെ പോയിട്ട് കൊത്തിപ്പിടിച്ച് കയറണ പണിയാണ്. അവസാനം ഞാൻ പറഞ്ഞു നിങ്ങൾ ലൈസൻസ് തന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തതാണ്. അപ്പോൾ അവർ 3000 രൂപ എൻ്റെ 3000 രൂപ കൊടുത്തിട്ട് ഇപ്പോൾ അവർക്ക് ലൈസൻസ് കിട്ടി. മൂത്ത കുട്ടീനെ ഞാൻ തന്നെ പഠിപ്പിച്ചായി. അപ്പോഴും എനിക്ക് അവിടെയും കിട്ടി എൻ്റെ 10 രൂപ ലാഭം. പിന്നെ ഞാൻ നിങ്ങളോട് സത്യം പറയണേ, ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, മദ്രസയിൽ പോയിട്ടില്ല. കാരണം ഇന്ന ചെറുപ്പം മുതൽ വാപ്പ ബോംബെക്ക് കൊണ്ടുപോയതാണ് 7 വയസ്സിൽ. ഞാൻ അവിടെ ചെന്നിട്ട് വാഹനം അവിടെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടൊന്നും വാഹനം പഠിച്ചതല്ല. ഞാൻ ബുള്ളറ്റ് ഇത് ഞാൻ ഓടിക്കും, കാറ് ഞാൻ ഓടിക്കും, ഏത് പണ്ടാറും ഞാൻ ഓടിക്കും. കാരണം അത് നമ്മളിങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ ബസ്സിൽ പോണ സമയത്ത് ഞാൻ എപ്പോഴും ഫ്രണ്ട് ഭാഗത്തേ ഇരിക്കുള്ളൂ. അത് എന്തിനാ അറിയോ, ഡ്രൈവർമാരെന്താ കാട്ടുന്നത് നോക്കാൻ പഠിച്ചു. ചെറുപ്പത്തിൻ്റെ അതേ നോട്ടം അതിൽ മനസ്സിലാക്കാൻ പഠിച്ചു. അങ്ങനെയാണ് ഞാൻ സ്വയം പഠിച്ചിട്ടാണ് എൻ്റെ സ്വയം ഇഷ്ടത്തിന് ഞാൻ ലൈസൻസ് എടുത്ത് എല്ലാം ചെയ്ത് ബോംബെയിൽ. അപ്പോൾ അതേമാതിരി നമ്മളൊന്നും പഠിച്ചില്ല, നമ്മളിങ്ങനെ കുറച്ച് എന്തെങ്കിലും ചിന്തിച്ച് പ്രകാരം ബ്രേക്ക് പിടിക്കേ അങ്ങനെയൊക്കെ എൻ്റെ മക്കളെയും അതേ ഇതിൽ കൂടെ ഞാൻ പഠിപ്പിച്ച് ഈ നിലയിലാക്കി. ഇപ്പോൾ ഓൾക്കിപ്പോൾ ഇപ്പോൾ സർവീസായി. ഇനിയിപ്പോൾ ഒരു മാസം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടും. അപ്പോൾ അവിടെ പോയിട്ട് 8 ഇട്ട് കൊടുക്കണം. ആ 8ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ പഠിക്കണം. അപ്പോൾ എല്ലാവരോടും പറയേണ്ടത് മക്കളൊക്കെ ഇതേ കുറച്ച് സ്ഥലത്ത് ആദ്യം പഠിപ്പിക്കുക. ആ കുട്ടികൾക്കൊരു വീട്ടിൻ്റെ ചുറ്റുഭാഗം മുറ്റത്ത് വെച്ചിട്ടാണ് പഠിപ്പിക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾ റോട്ടുമൊക്കെയാണ് കൊണ്ടേക്കോളൂ. ഓക്കെ, നിങ്ങൾക്ക് നല്ലതിനെ ഞാനീ പറഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓൻ എന്തൊക്കെ കൊണ്ടേ ഇടിക്കുമ്പോൾ പറയും. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ എന്നാൽ ഡേറ്റ് പറയട്ടെ, 5/1/2025. ഇനി എൻ്റെ മൂത്ത ഓനും ഇവിടെ വെച്ചിട്ട് പഠിച്ചിക്കണേ. ഇനിയിപ്പോൾ എൻ്റെ മൂത്ത രണ്ടാമത്തെ പെങ്ങളെ കുട്ടിയുണ്ട്, ഓൾക്ക് അറിയാം. ഓളിവിടെ എന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓൾക്ക് ഏകദേശം പഠിച്ച് ലെവലായിരിക്കണം. ഇപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, മാനു ബോംബെ. എന്താണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്? ബോംബെ മാനു. ബോംബെ മാനിൽ നോക്കി ഞങ്ങൾക്ക് എല്ലാം കാണാം. അപ്പോൾ ഓക്കെ.